ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ, ഒരുമിച്ച് സ്തുതിക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നിർത്തിയതായ സഭയിലെ ദൈവം കൊടുത്തതായ അന്യഭാഷയെക്കുറിച്ച് ചിന്തിക്കുവാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. പത്രോസിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ അനേകർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നാം ഇനി 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-14 അധ്യായങ്ങളിലാണ് അന്യഭാഷയെക്കുറിച്ച് കൂടുതലായി അപ്പോസ്തലൻ വിവരിക്കുന്നത്. ഈ വിവരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്നും നമ്മൾ ആ വിവരണത്തിൻ്റെ കീഴിലാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതായ സുവിശേഷീകരണത്തിൻ്റെ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ കീഴിലാണ് നാം ഓരോരുത്തരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് അതിര് വിട്ടുപോകുന്നവന് പിതാവുമില്ല പുത്രനുമില്ല എന്നുള്ളത് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രാപണത്തിൻ്റെ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു, വീണ്ടും പറയുന്നില്ല. അതിലൊന്നാണ് അന്യഭാഷ. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. 120 പേര് കൂടിയിരുന്ന സ്ഥലത്ത് നിന്ന് ആരംഭിച്ചതാണ് ഈ അന്യഭാഷ എന്ന് പറയുന്നത്. അതിനുശേഷം ആരുണ്ട് അതില്ല എന്ന് പറഞ്ഞാലും അത് നിന്നുപോയി. അപ്പോസ്തലന്മാരുടെ കാലത്തിന് ശേഷം പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നാണ് ചിലരുടേതായ വാദം. ഉള്ളതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ല തന്നെ. അപ്പോൾ അവരെല്ലാവരും അന്യഭാഷ പ്രഭാഷകരായിരുന്നതുകൊണ്ട് പിന്നെയും അതിനെ എടുത്തെടുത്ത് പറയേണ്ടതായ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഇന്നും അന്യഭാഷ പറയുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. അതുപോലെ അന്യഭാഷ പറയുമ്പോൾ ഭൂതങ്ങൾ അലറി ഓടുന്നതും രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നതും പാപക്ഷമ ലഭിക്കുന്നതും ഒക്കെ കാണുമ്പോൾ അന്യഭാഷ നിന്നുപോയിട്ടില്ല എന്നുള്ളതിന് പ്രത്യേകമായ വിശദീകരണം ആവശ്യമില്ല എന്ന് തോന്നുന്നു. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതൽ തന്നെ തുടങ്ങുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാണ്. അതായത് പരിശുദ്ധാത്മാവ് ഒന്നാണ്, അതിന് അനേക പ്രവർത്തനങ്ങളുള്ളതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്. എന്നാൽ കർത്താവ് ഒരുവൻ മാത്രമാണ്. കർത്താവിലൂടെയാണ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. അതിൽ തന്നെ 5 വിധമായ ശുശ്രൂഷയെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നിവരെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ അപ്പോസ്തലന്മാർ
അപ്പോസ്തലത്വം പ്രാപിച്ച ആളുകൾ എല്ലാവിധമായ ശുശ്രൂഷകളും ചെയ്യുന്നു. രോഗികളെ സൗഖ്യമാക്കുന്നു, കുരുടനെ സൗഖ്യമാക്കുന്നു, എല്ലാ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നവരാണ് അപ്പോസ്തലന്മാർ. 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെയുള്ള വീര്യപ്രവൃത്തികളൊക്കെ അപ്പോസ്തലന്മാർ ചെയ്തിരുന്നു. അപ്പോൾ ആ അപ്പോസ്തലത്വത്തിൻ്റെ ശുശ്രൂഷ ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ അത് ചെയ്യുന്നില്ല എന്ന് ആയിരിക്കാം. അപ്പോസ്തലത്വത്തിൻ്റെ ശുശ്രൂഷ ഉള്ളവർക്ക് ഇന്നും അവരങ്ങനെ ചെയ്യുന്നു. പ്രവാചകന്മാർ പ്രവചിക്കുന്നവരാണ്. വരാൻ പോകുന്ന കാര്യങ്ങളായാലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായാലും, അല്ലെങ്കിൽ വചനത്തെ ഘോഷിക്കുന്നവർ അല്ലെ പ്രവാചകന്മാരെന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ വചനം ഇന്ന് നിലനിൽക്കുന്നതുകൊണ്ടും അത് നിലനിൽക്കുമെന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ടും നാം അതിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു. ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം നോക്കുന്നത്, ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഞാൻ കൈ അല്ലായിക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നു എങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണ് അല്ലായിക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നു എങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്നും വരികയില്ല. ശരീരം മുഴുവൻ കണ്ണായാൽ ഘ്രാണം എവിടെ? മുഴുവൻ ഘ്രാണമായാൽ ശ്രവണം എവിടെ? ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വച്ചിരിക്കുന്നു. സകലവും ഒരു അവയവം എങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്നു തന്നെ. കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലിനോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾക്ക് തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. അതെ, മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് അധികം മാനം അണിയിക്കുന്നതായിട്ടും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഒരു കൂട്ടം അവയവങ്ങളുടെ, ഇവിടെ പറയാത്ത എത്രയോ അവയവങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ശരീരമാകുന്നത്. വളരെ പ്രധാനപ്പെട്ട അവയവങ്ങൾ ശരീരത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്നു. ഹൃദയം, കിഡ്നി, കരൾ, ശ്വാസകോശം, വയറ്, ഇനിയും പ്രധാനപ്പെട്ട അവയവങ്ങൾ മറഞ്ഞിരിക്കുന്നതായിട്ട് നാം കാണുന്നു. നമ്മൾ കാണുന്ന ത്വക്കും കണ്ണും മൂക്കും ചെവിയും മാത്രമല്ലല്ലോ അവയവങ്ങൾ. ഇവയ്ക്ക് തന്നെയും പ്രത്യേകം ജോലികളാണ് കൊടുത്തിരിക്കുന്നത്. അതതിൻ്റെ ജോലി ചെയ്യുന്നു. ഒന്നൊന്നിനെ കുറ്റം പറയാൻ പാടില്ലെന്ന് വ്യക്തമായി കർത്താവ് പറയുന്നു. ചിലപ്പോൾ ഒരാൾക്ക് പ്രസംഗിക്കാൻ നല്ല ചാതുര്യവും മറ്റുമൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട്. അവരത് ചെയ്യട്ടെ. ചിലർക്ക് പാടുവാനുള്ളതായ പ്രാപ്തിയായിരിക്കാം, അവരത് ചെയ്യട്ടെ. ചിലപ്പോൾ പാടുവാനൊന്നും കഴിയില്ലെങ്കിലും പാട്ട് എഴുതാനുള്ള പ്രാവീണ്യമുള്ളവരുണ്ട്. ഇനി കർത്താവിനെ പുകഴ്ത്തുവാനും സ്തുതിക്കുവാനും ചിത്രകലകളിലൂടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നവരുണ്ട്. ഇങ്ങനെ പറഞ്ഞു പോയാൽ ധാരാളം കാര്യങ്ങൾ ഒന്നിനോടൊന്ന് യോജിച്ച് തന്നെ പ്രവർത്തിക്കേണ്ടി ഇരിക്കുന്നു. ഇങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരു ശരീരമായി മാറുന്നുള്ളൂ, രൂപാന്തരപ്പെടുന്നുള്ളൂ എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പ്രബോധിപ്പിക്കുന്നു. അത് 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്ത് വരങ്ങളുണ്ടെങ്കിലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല എന്ന് പറയുകയും സ്നേഹത്തെക്കുറിച്ചുള്ള നല്ലൊരു നിർവചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ സഹോദരങ്ങളെ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരു കൃപാവരവും ഇല്ല എന്നുള്ളതാണ്.
എല്ലാ കൃപാവരങ്ങളും ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ അവൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന ചിലങ്കയോ മാത്രമായി മാറും എന്നാണ്. അപ്പോൾ ഈ സ്നേഹം അത് പൊതുവായി തന്നെ ഉണ്ട്. ഈ കൃപാവരങ്ങൾ എത്ര ഉണ്ടായിരുന്നാലും അതിൽ അവർക്കെല്ലാം സ്നേഹത്തിലാണ് കൃപാവരങ്ങൾ അധിഷ്ഠിതമായിരിക്കുന്നു എന്ന് വ്യക്തമായി പറയുന്നു. അതുപോലെ ഒന്നാണ് അന്യഭാഷ എന്ന് പറയുന്ന ഭാഷണം. പൗലോസ് 14-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളെല്ലാവരും അന്യഭാഷകൾ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. 18-ാം വാക്യത്തിൽ, നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഈ ലോകത്തിലെ വിവിധ ഭാഷകളല്ല, അത് നിശ്ചയമായ കാര്യമാണ്. ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ 2-ാം വാക്യത്തിൽ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോടല്ല, മനുഷ്യരോടല്ല, ദൈവത്തോട് അത്രേ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ഇതിന് വ്യാഖ്യാനം ഇല്ലാതിരിക്കുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയാതെ വരും. വിമർശകൻ എത്ര വിമർശിച്ചാലും ദൈവത്തിൻ്റെ വചനം നിലനിൽക്കുന്നു എന്ന് പരമാർത്ഥമാണ്. ഇപ്പോൾ പെന്തക്കോസ്തുകാരെ അധികം വിമർശിക്കുന്ന ഒരു ചാനലുകാരനാണ് ITI എന്ന് പറയുന്ന ചാനൽ. അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊരു കാര്യം അറിഞ്ഞുകൂടാ, അദ്ദേഹം അത് പ്രാപിച്ചിട്ടുമില്ലാത്തവനാണ്. എങ്കിലും പെന്തക്കോസ്ത് വിഭാഗക്കാരെ ചടകുടഞ്ഞ് ആക്ഷേപിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അത് നല്ലതല്ല എന്നുള്ളത് മാത്രമേ എനിക്ക് പറയുവാനായിട്ട് ഉള്ളൂ. അവനവൻ്റെ പ്രവൃത്തിക്ക് ഫലം അവനവൻ കിട്ടും. അപ്പോൾ അപ്പോസ്തലന്മാർ ഇവിടെ പറയുന്ന കൃപാവരങ്ങൾക്ക് പ്രാപിച്ചവർ, എന്നാൽ പ്രവാചകന്മാർ പ്രവചിക്കുകയും സുവിശേഷീകരണം അറിയിക്കുകയും ചെയ്യുന്നു. സുവിശേഷകന്മാരാണ് എനിക്ക് തോന്നുന്നത് എല്ലാറ്റിലും മെച്ചം എന്ന്. ഏത് കൃപാവരം പ്രാപിച്ചാലും അവൻ സുവിശേഷകനായിരിക്കണം. സുവിശേഷകൻ എന്ന് പറയുന്നത് വെറും പ്രാസംഗികനല്ല പറയുന്നത്. തെരുക്കളിൽ നിന്ന് സുവിശേഷം അറിയിക്കുന്നവനെ സുവിശേഷകനെന്ന് പറയാം. എന്നാൽ വിളിച്ചുകൂട്ടുന്ന സദസ്സിൻ്റെ മുമ്പേ നിന്ന് ഷൈൻ ചെയ്യുന്നത് സുവിശേഷീകരണം തന്നെയാണ്. മറ്റത് ലജ്ജ കൂടാതെ സുവിശേഷം അറിയാത്തവരുടെ ഇടയിൽ ചെന്ന് സുവിശേഷം പറയുന്നതും, സുവിശേഷമെല്ലാം കേട്ടതിന് ശേഷം ഇതുവരെയും മാനസാന്തരപ്പെടാത്തവരുടെ മുൻപിൽ ചെന്ന് നിന്ന് സുവിശേഷം പറയുന്നതിനും വ്യത്യാസമില്ലേ ഉണ്ട്. സുവിശേഷം എല്ലാവരും പറയേണ്ടതായ ഒരു കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവരെല്ലാം പറയണം. ഇടയ ശുശ്രൂഷ. സഭകളെ നയിക്കുമ്പോൾ ഇടയന്മാരുണ്ടാകാറുണ്ട്. അതൊരു ബ്ലോക്ക്, ഒരു കൂട്ടം പേരാണ് അതിനകത്ത് വരുന്നത്. ഒരു കൂട്ടം ആളുകളെ നയിക്കുന്നവരാണ് ഈ ഇടയന്മാർ എന്ന് പറയുന്നത് നമുക്കറിയാം. പക്ഷെ സുവിശേഷകന്മാരങ്ങനെയല്ല. അവർ ജനറലാണ്. എല്ലാ വഴിയത്തും അവരെ ആ സുവിശേഷ പ്രഘോഷണം ചെയ്യുന്നു. ഇനി ഉപദേഷ്ടാക്കന്മാർ. ഉപദേശം ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഉപദേശം ഇല്ലാതെ പോയാൽ ജനം വഴിതെറ്റിപ്പോകും. അപ്പോൾ അത് പറയുവാൻ
ആളാവശ്യമുണ്ട്. നാം ചിന്തിച്ചതുപോലെ ഈ ശരീരം ഒന്നായിരിക്കുമ്പോൾ തന്നെ അവയവങ്ങൾ പലതും ആ അവയവങ്ങൾക്ക് തന്നെ പലവിധമായ ശുശ്രൂഷകളും ഉള്ളതുപോലെ ഉപദേഷ്ടാക്കന്മാരെ സഭയിൽ അത്യാവശ്യമാണ്. അത് എല്ലാം കൂടെ ചെയ്യുന്നവരുമുണ്ട്. നമ്മൾ ചിന്തിച്ചു, അപ്പോസ്തലത്വം ലഭിച്ചവർ ഇതെല്ലാ ശുശ്രൂഷയും ചേർത്ത് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ കിട്ടാത്തവർക്ക് ഓരോ രീതിയിലെ ശുശ്രൂഷ ചെയ്യുമ്പോൾ എല്ലാവരെയും മാനിക്കേണ്ടതായിട്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഇന്ന് ചിന്തിക്കുന്നത് അന്യഭാഷാ ഭാഷണത്തെക്കുറിച്ചാണ്. അന്യഭാഷ പറയുമ്പോൾ അതെന്തോ പറയുന്നു, എങ്ങനെയോ പറയുന്നു എന്നൊന്നും ചിന്തിക്കേണ്ട. അതൊരു ഭാഷ തന്നെയാണ്. അതിന് ഒരു വ്യാഖ്യാനമുണ്ട്. ചിലപ്പോൾ ഈ ലോകത്തിൽ കിട്ടുന്ന ഏത് വ്യാഖ്യാനത്തേക്കാൾ ശ്രേഷ്ഠകരമായ വ്യാഖ്യാനവും ഒക്കെ ഉണ്ട്, അർത്ഥമുണ്ട്. ഇല്ലാതെ എന്തെങ്കിലും വായിൽ തോന്നുന്നു വിളിച്ച് പറയുന്നതല്ല. പിന്നെ ചിലപ്പോഴൊക്കെ അത് എല്ലായിടത്തും ഉള്ളതാണല്ലോ. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്, അപ്പോസ്തലൻ പറയുന്നു, ഞാൻ അന്യഭാഷയിൽ അധികം സംസാരിക്കുന്നു, നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ വേദപുസ്തകത്തിൽ, സത്യവേദപുസ്തകത്തെ നമ്മൾ അതിൻ്റെ നിലയിലായി ഉൾക്കൊള്ളുകയാണെങ്കിൽ അന്യഭാഷാ ഭാഷണം നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. അത് നമ്മുടെ ആത്മീക ശുദ്ധീകരണത്തിനും ആത്മീക വളർച്ചയ്ക്കും പ്രയോജനമുള്ളതായി തീരുന്നു. ഇനി അതിലൂടെ വിവിധ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കുകയും ചെയ്യുന്നു. ഭൂതങ്ങൾ മാറിപ്പോവുകയും രോഗികൾ സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്യുന്ന ശുശ്രൂഷയിൽ അന്യഭാഷ ഒരു പ്രധാന ഘടകമായി ഇരിക്കുന്നു എന്ന് ഞാൻ അനുഭവത്തിലൂടെ പറയുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അന്യഭാഷ നിന്നുപോയിട്ടുമില്ല, അത് തുടങ്ങിയതേ ഉള്ളൂ, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അഭിഷേകത്തിൻ്റെ ശക്തി പ്രാപിച്ചവർ അതിൻ്റെ അടയാളമായി അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ പ്രത്യക്ഷമായതുപോലെ തന്നെ അത് മറ്റുള്ളവർക്കൊരു അടയാളമായി തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് അത് ഇന്നും വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നാം കാണുന്നു. അന്ത്യകാലത്ത്, ഈ കാലത്ത് സകല ജഡത്തിന്മേലും ദൈവത്തിൻ്റെ ആത്മാവിനെ പകരും എന്ന് പ്രവാചകന്മാർ തന്നെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് യോവേൽ പ്രവാചകൻ്റെ പ്രഭാഷണം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരുമായുള്ളവരെ, അന്യഭാഷകളും ദൈവത്തെ സ്തുതിക്കുവാൻ നാം തയ്യാറാകുക. 1 കൊരിന്ത്യർ 14-15 വാക്യം, നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ് പറയുന്നത്. എങ്കിലും അത് ബുദ്ധിപരമായി കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. സുവിശേഷം പറയുന്നതിനേക്കാൾ ചിലപ്പോൾ വലുതല്ല. എല്ലാവർക്കും മനസ്സിലാകുന്ന സുവിശേഷം അതത് ഭാഷകളിൽ പറഞ്ഞെങ്കിൽ മാത്രമേ
എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയും. ആ വ്യത്യാസം നാം മനസ്സിലാക്കുമ്പോൾ തന്നെ ഭാഷണം അനിവാര്യമാണ് എന്ന് നാം ഓരോരുത്തരും ക്രിസ്തീയ സമൂഹം മുഴുവനും സംഘടനാഭേദമന്യേ മനസ്സിലാക്കുകയും അത് പ്രാപിക്കുകയും ദൈവത്തിൽ നിന്ന് അതൊരു ദാനമായി കണക്കാക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിൽ ഒന്നാണ് ഈ അന്യഭാഷാ ഭാഷണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരയണം എന്ന് അപേക്ഷിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടായാൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. അതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ചു ചോദിച്ചാലും ഈ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് മറ്റുള്ളവരും സംശയമുള്ളവരെ ഇത് അറിയിക്കുക. നിങ്ങളെ ബൈബിളിലൂടെ മനസ്സിലാക്കുവാൻ ഞങ്ങളും ശ്രമിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.